നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതെന്റെ മോന്റെ ഫ്രണ്ടാണ്. അത് ശരി. പല്ലവി, സോറി പല്ലവി, എനിക്ക് ആള് മാറിപ്പോയതാ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ പല്ലവി, അമ്മയ്ക്ക് കുറച്ച് വൃത്തിയും മേനെയുള്ള വേഷം ധരിച്ച് വന്നുകൂടായിരുന്നോ? ചുമ്മാതല്ല, ഓരോരുത്തര് വേലക്കാരിയാണെന്നൊക്കെ ചോദിക്കുന്നേ. അത് ഞാൻ പെട്ടെന്നിറങ്ങിയപ്പോ ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ പട്ടിക്കാടല്ല, പട്ടണോ. നിങ്ങളെപ്പോലെ അഷ്ടിക്ക് വകയില്ലാത്തവര് താമസിക്കുന്ന വീടും അല്ലേ ഇത്. ഇവിടെ കോടീശ്വരന്മാരാ താമസിക്കുന്നെ. ഞാൻ ഈ കോടീശ്വര കുടുംബത്തിലെ മരുമകളാ. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചു വേണം നിങ്ങൾ ഇവിടെ വരാൻ. ഞാൻ നോക്കിയിട്ട് ഈ വേഷത്തിന് ഒരു കുഴപ്പം കാണുന്നില്ല. നിങ്ങൾ കാണില്ല. നിങ്ങൾ പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളയാ. തവളയ്ക്ക് പൊട്ടക്കുളത്തിനപ്പുറം വേറൊരു ലോകവും ഇല്ല. അതുപോലാണോ ഞങ്ങള്? നമ്മുടെ ഗ്രാമത്തിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അത് നിങ്ങൾക്കറിയോ? എന്റെ പൊന്നു പല്ലവി, നീ ഇത്രയും വലിയ പരിഷ്കാരിയായ വിവരമൊന്നും ഈ അമ്മ അറിഞ്ഞില്ല. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി നിന്റെ വിലക്കനുസരിച്ചുള്ള വേഷം ധരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. പിന്നെ നീ എത്ര വളർന്നാലും പച്ച പരിഷ്കാരിയായാലും എന്റെ മോള് തന്നെയല്ല. എന്റെ വയറ്റിൽ തന്നെയാണല്ലോ നീ പിറന്നത്. അത് നിന്റെ വില നിലവാരം കൂടുന്നതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്നെ നാണം കെടുത്താനാണോ ഇവിടെ വന്നത്? പല്ലവി, നിർത്ത്. നിന്റെ അമ്മയല്ലേ നിൽക്കുന്ന? അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? എന്റെ അമ്മയോട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും. പല്ലവി, ഇതിനുള്ള മറുപടി എനിക്ക് തരാൻ അറിയാത്തോണ്ടല്ല. നിന്റെ അമ്മ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഈ ബഹളവും വഴക്കൊക്കെ ഒന്ന് നിർത്ത്. അത് പിന്നെ നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്നത്? അത് ഞാൻ ഇതെന്തിനാ അമ്മയെ മുറ്റത്തെടുത്ത് സംസാരിക്കുന്ന? അമ്മ എന്താ അന്യ സ്ത്രീയാണോ? അമ്മേ, അമ്മ അകത്തേക്ക് വന്നേ, അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല മോനെ, ഞാൻ അകത്തേക്ക് വരുന്നില്ല. ഞാൻ അകത്തേക്ക് വന്ന അത് ചിലപ്പോ എന്റെ മോൾക്ക് വലിയ ക്ഷീണാവും. അതൊന്നും വേണ്ട. അമ്മേ, ഞാൻ വന്നത് ഇവളെയും കൂട്ടി പാർവതിയെ കാണാൻ പോവാനാ. അവളോട് വിശേഷം അറിയിച്ചിരിക്കുകയല്ലേ. അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാ ഈ പലഹാരങ്ങളൊക്കെ. പല്ലവി, നിന്റെ വില കളയാനായിട്ട് അമ്മ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. നിനക്ക് കുറച്ചിലാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ വരികയില്ല. പക്ഷെ ഇപ്പൊ നീയൊന്ന് എന്റെ കൂടെ വരണം. നമുക്ക് പോയി അവളെ ഒന്ന് കാണാം. കാണണം, അതാ മര്യാദ. പാർവതിയെ കാണാനോ? ആ അഴുക്ക് പിടിച്ച കോളനിയിൽ വന്ന് ഞാൻ പാർവതിയെ കാണണോ അല്ലേ? സാറ് പോയി കുങ്കുമം വാങ്ങിയിട്ട് വരുമോ? ഈ നേരത്തെ എവിടുന്നാ കുങ്കുമം കിട്ടുന്നേ? ഇപ്പൊ കടകളൊന്നും തുറന്നു കാണില്ല. കുങ്കുമം ഇടാതെ ശരിയാവില്ല. സുമംഗലികൾ സീമന്തരേഖയിൽ കുങ്കുമം വെക്കാതിരുന്ന അത് ഒരൈശ്വര്യക്കേടാ. ഭർത്താവിന് ദോഷ. കുങ്കുമം തൊടണം.
സീമന്തരേഖയിൽ തൊടേണ്ട കുങ്കുമം അയൽവക്കത്ത് ചോദിച്ചു വാങ്ങാനും പാടില്ല. എന്ത് ചെയ്യും? രാവിലെ തന്നെ ഇത് എന്ത് പരീക്ഷണ എന്റെ ദൈവമേ. താൻ ആ ഫോട്ടോയുടെ പിറകിലും നോക്ക. ഉം. പാർവതി, ശ്ശോ, ദൈവമേടെ ഫോട്ടോ നിലത്ത് വീണുപോയല്ലോ. അത് മനഃപൂർവ്വം തട്ടിയിട്ടതല്ലല്ലോ, അറിയാതെ സംഭവിച്ചതല്ലേ. അതൊന്നും സാരമില്ല. ദൈവമേ ക്ഷമിക്കണേ. ദേ, കുങ്കുമം കിട്ടിയല്ലോ. എവിടെ? ദാ. തന്റെ വിഷമേ അമ്മ കണ്ടൂന്ന് തോന്നുന്നു. അതായിരിക്കും ഈ കുങ്കുമം ഇപ്പൊ കണ്ണി കാണിച്ചെന്നത്. താനത് പിടിക്കാം, ഞാൻ അങ്ങോട്ട് വയ്ക്കാം. സർ, ആ 1 രൂപ തുട്ടിന് എന്തോ പ്രത്യേകതയുണ്ട്. അത് വെറുതെ ആ ഫോട്ടോയുടെ പിന്നിൽ ഒട്ടിച്ചിരിക്കുന്നതാവില്ല. അന്ന് ദേവമ്മയുടെ ഫോട്ടോയുടെ പിന്നിൽ നിന്ന് കിട്ടിയ ആ പണം കായ്ക്കുന്ന മരത്തിന്റെ ചിത്രത്തിലും ഇതുപോലെ 1 രൂപ തുട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ഇതില് എന്തോ രഹസ്യം മറിഞ്ഞിരിപ്പുണ്ട്. അതെന്ത് രഹസ്യമായിരിക്കും? അന്വേഷിക്കണം സർ. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ അന്വേഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.